രണ്ട് കാരണങ്ങളാണ്. അതിലൊന്ന് പൗലോസിന്റെ ഈടുറ്റ ആഴമേറിയ ശ്രേഷ്ഠമേറിയ പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. നിങ്ങളെ കസേര 2-3 വാളണ്ടിയേഴ്സോടെ വന്ന് മുന്നിൽ 3-4 കസേര കിടപ്പുണ്ട്, അതങ്ങ് എടുക്കുകയാണെങ്കിൽ എടുത്ത് പുറകോട്ട് എടുക്കുകയാണെങ്കിൽ ഇല്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വന്നാൽ എനിക്കത് പ്രസംഗിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതിൽ 2 പേര് വന്നപ്പോൾ ഞാനൊരു പാട്ടുകൂടെ പാടാം. അപ്പം പിന്നെ ആ കാര്യം അങ്ങ് അടക്കുകയും ചെയ്യും, പാട്ട് നടക്കും. ചിത്തം കലങ്ങിടല്ലോ പോയി വരും ഞാൻ, ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, നിന്റെ സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടരിനാലി, സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടരിനാലി, ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ലേഖനങ്ങളുടെ റാണിയാകാൻ 2 കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പൗലോസിന്റെ ഈടുറ്റ പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. ഓർപ്പിച്ചല്ലോ, ലൗകികമായ ഭൗമികമായ ഒരു വിഷയത്തിനും പ്രാർത്ഥിക്കുന്നില്ല. അത് വേണ്ടെന്നല്ല, അതല്ല മെയിൻ വിഷയം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഉള്ളിലെ ആത്മാവിനെ സംബന്ധിച്ച്, ആത്മമണ്ഡലങ്ങളെ സംബന്ധിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്ക് കയറി ദൈവമക്കളോടൊരു കാര്യം പറയാം. നീ ആത്മീക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പ്രവർത്തിച്ചാൽ, യത്നിച്ചാൽ, അത് മാത്രം ഉന്നം വെച്ച് പോയാൽ ദൈവസന്നിധിയിൽ ആത്മീക വിഷയത്തിൽ വളർച്ചയും പ്രാപിക്കാം. നിനക്ക് ആവശ്യമാകുന്ന ഭൗതിക നന്മ നിന്റെ പുറകെ വന്നോളൂ. എന്നാൽ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മാർഗത്തിൽ വരികയും പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥിക്കുകയും ഉന്നം വെക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പൂർണ്ണ വിടുതൽ കിട്ടുകയില്ല. നീ അവസാനം പരുവക്കേടാകും. അങ്ങനെ പരുവക്കേടായ അനേക ആൾക്കാര് പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്, അടുത്ത ഏരിയയിലൊക്കെ ഉണ്ട്. ഇപ്പൊ ചിലരെ കാണാനുമില്ല. ദൈവത്തിന് മഹത്വം. ആത്മീക വിഷയങ്ങൾക്കായിരിക്കണം പ്രഥമ സ്ഥാനം. അതെ, അതങ്ങനെ അങ്ങ് വിടുന്നു. രണ്ടാമത്തെ വിഷയം, ഈ ലേഖനങ്ങളുടെ റാണിയാകാനുള്ള വേറൊരു കാരണം നമുക്കറിയാം. ഈ ലേഖനത്തിൽ 6 അധ്യായങ്ങളാണ്. ഞാൻ മിക്കപ്പോഴും ചിന്തിക്കുന്നതാ, നിങ്ങൾക്കും അറിയാം. 6 അധ്യായത്തിൽ വേഗത്തിൽ പഠിപ്പാനായിട്ട് പൗലോസ് അവിടെ ഓരോ കാര്യങ്ങൾ ഓരോ അധ്യായത്തിൽ വളരെ എഴുന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു.
1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 1-ാം അധ്യായം 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മുഖാന്തിരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ, പിശാചിന്റെ പിടിയിൽ, നാശകന്റെ കയ്യിൽ പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗം പണ്ടത്തെ കാലമെന്ന. പല പദങ്ങളുണ്ട്. പണ്ടത്തെ കാലം, മുൻകാലം, പഴയ കാലം, അറിയായ്മയുടെ കാലം, മുൻപ്, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. എന്താ ഈ രക്ഷിക്കപ്പെടുക? അതൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് അവർ സവിസ്തരം നന്നായിട്ട്, അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് പറയാൻ അവരാമെടുക്കരുത്. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടൊന്നും ആരും രക്ഷിക്കപ്പെടുകയില്ല. नीट पीजी एस्पिरेंट दो टाइप के होते हैं, एक वो जिनके कॉन्सेप्ट क्लियर है, एक वो जो अभी भी स्ट्रगल कर रहे हैं। अगर आपको भी अपने कॉन्सेप्ट क्लियर चाहिए तो प्रेपलेडर ही है आपका सॉल्यूशन। इंडिया के टॉप मेडिकल एजुकेटर्स के वीडियो लेक्चर एंड क्वेश्चन बैंक 6.0 के MCQ प्रैक्टिस के साथ आप नीट पीजी के लिए रेडी हो जाएंगे। फंडा सिंपल है, नीट पीजी प्रिपरेशन के लिए रिसोर्सेज में कोई कॉम्प्रोमाइज नहीं। आज ही प्रेपलेडर 6.0 डाउनलोड करो एंड गेट 24 आवर फ्री एक्सेस। തീർത്ഥയാത്ര നടത്തിയത് കൊണ്ടോ തീർത്ഥാടനങ്ങൾ നടത്തിയതുകൊണ്ടോ ഭൗതിക വസ്തുക്കൾ കാഴ്ചവെച്ചത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. എന്തെങ്കിലും സാധനങ്ങൾ ചുമ്മിയാലൊന്നും രക്ഷിക്കപ്പെടുകയില്ല. ഉരുണ്ടത് കൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. മുട്ടയിലിടഞ്ഞാലൊന്നും രക്ഷിക്കപ്പെടുകയില്ല. ചെരുപ്പിടാതെ പത്തമ്പുറം വരെ പോയെന്നോർത്തൊന്നും രക്ഷിക്കപ്പെടുകയില്ല. ഇങ്ങോട്ട് പോകുന്ന എന്തിനാന്ന് മനസ്സിലായി കാണും. സ്തോത്രം. അവിടെ ചെന്നച്ച കുളത്തിൽ ചാടികൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയല്ല. കുളം മനസ്സിലായി കാണും. കിഴക്കോട്ട് നടന്നാലൊന്നും രക്ഷിക്കപ്പെടുകയല്ല. കൊല്ലം സൈഡിലോട്ട് പോയാലും രക്ഷിക്കപ്പെടുകയല്ല. മനസ്സിലായി കാണും. നീ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെടുകയല്ല. വീട്ടുപേരെന്തുവാ? കുരിശുമൂട്ടിൽ മൂട്ടി കിടക്കുകയുള്ളൂ. നീ മേളിൽ പോണം. വീട്ടുപേരെന്താ? പാടത്ത് മാപ്പിള. പാടത്ത് തന്നെ ആണല്ലോ. ഈ ഏരിയയിൽ വരുമ്പോ ആ രീതിയിലാണ്. കുടുംബം മോശമാണെന്നല്ല, കുടുംബം നല്ലതായിരിക്കും. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുടുംബ മഹിമ കൊണ്ടൊന്നും പോകുകയല്ല. നീ രക്ഷിക്കപ്പെടണം. അച്ഛനോ ചമ്മാച്ചനോ കപ്പിയാരോ മെത്രാനോ തിരുമേനിയോ പാമ്പാടി തിരുമേനി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാ, അത് ഞാൻ ഉഴപ്പുന്നില്ല. പക്ഷെ സ്വർഗത്തിൽ പോകണം. തിരുമേനി പോകുമോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. അത് കഴിഞ്ഞാൽ നിന്റെ കാര്യവും. എന്റെ അപ്പൻ സെൻട്രൽ പാസ്റ്റർ, പുള്ളിയുടെ കാര്യം പരിവക്കേടില്ല. പിന്നെ നിന്റെ കാര്യം. സഭയുടെ ഓവർസിയറാ, അത് ആകെ പരിവക്കേടായി കിടക്കുക. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഓവർസിയർ ആയതുകൊണ്ടോ സൂപ്രണ്ട് ആയതുകൊണ്ടോ പ്രസിഡന്റ് ആയതുകൊണ്ടോ സ്തോത്രം
പാമ്പാടിയിൽ ഞങ്ങളുടെ കൺവെൻഷൻ ആയിരുന്നു കേമപ്പെട്ട കൺവെൻഷൻ. അത് നല്ലതാ, പക്ഷെ നീ സ്വർഗത്തിൽ പോകണം. ക്രൈസ്തവ പാരമ്പര്യമുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല, പള്ളി വെച്ച് കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല, കുരിശുംതൊട്ടിക്ക് സ്ഥലം കൊടുത്താലും സ്വർഗത്തിൽ പോകുകയല്ല, പെന്തിക്കോസ് ഹോള് പണിയാൻ 5.5 സെന്റ് ഒത്തിരി കൊടുക്കത്തുമില്ലല്ലോ. 2 ഏക്കറുള്ളവനും കൊടുക്കുന്നത് 5.5 സെന്റ്. എന്നായി അവനെ മുടിയാനായിട്ട് ഒരു 20 സെന്റ് അങ്ങ് കൊടുക്കണ്ടേ? നിങ്ങൾ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. ഇവിടെ 2 ഏക്കറുള്ളവൻ ഒരു 20 സെന്റ് അങ്ങ് കൊടുക്കുക, ദശാംശമല്ലേ ആയുള്ളൂ. 5.5 സെന്റ് കൊടുത്തേച്ച് അവനാ പിന്നെ സഭ നിയന്ത്രിക്കുന്നത്. പാസ്റ്റർ ഇരുത്തുന്നതും മാറ്റുന്നതെല്ലാം 5.5-കാരനാ. 5.5 എല്ലാം പരുവക്കേടി കിടക്കുക. അത് ഞാൻ പിന്നെ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. നാഗൽ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, അതിന് നല്ല കാര്യം. പക്ഷെ നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സൈമൺ സാറ് കിടന്ന കട്ടില, അത് തല്ലിക്കീറുകൊന്നും വേണ്ട, പക്ഷെ നീ സ്വർഗത്തിൽ പോണേ കട്ടില് കാണിച്ചാലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. മനസ്സിലാകുന്നുണ്ടായിരിക്കും. മനസ്സിലായിട്ട് മിണ്ടായിരിക്കുകയാണോ അതോ മനസ്സിലാകാതെ മിണ്ടാതിരിക്കുകയാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് തന്നെ ഒതുക്കാൻ നോക്കുകയാണോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിത്യതയിൽ എത്തണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. യാരോനിലെ റോസനീ, യാരോനിലെ റോസനീ, എനിക്കാരോമൽ ചെയ്തൻ നീ, ഷാരോനിലെ റോസനീ, എനിക്കാരോമൽ സ്നേഹിതൻ നീ, എന്മേൽ വിരിച്ച നിൻ സ്നേഹക്കൊടിക്കീഴിൽ എന്നോമൻ വിശ്രമമേ, എന്മേൽ വിരിച്ച നിൻ സ്നേഹക്കൊടിക്കീഴിൽ എന്നുമൻ വിശ്രമമേ. സുന്ദരരക്ഷകനേ, സുന്ദരരക്ഷകനേ, എനിക്കാനന്ദ കാരണമേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനേ, വന്ദനം വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നും അനന്യനേ, വന്ദനം വന്ദനമേ. സുന്ദരരക്ഷകനേ, സുന്ദരരക്ഷകനേ. വന്നിത വല്ലഭനേ, വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്നിത വല്ലഭനേ. സുന്ദരരക്ഷകനേ, സുന്ദരരക്ഷകനേ, എനിക്കാനന്ദ കാരണമേ, സുന്ദരരക്ഷകനേ, എനിക്കാനന്ദ കാരണമേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനേ, വന്ദനം വന്ദനമേ, ഇന്നലെയും ഇന്നും
രക്ഷകനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ യേശു ക്രിസ്തു മാത്രം ഏകരക്ഷകൻ, ഏകരക്ഷിത. അപ്പൊ നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ പാപത്തിന്റെ പടുകുടിയിൽ നിന്ന് ക്രിസ്തുവേശു മുഖാന്തരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ മുൻകാല ജീവിതം അത്ര നല്ലൊരു ജീവിതമല്ലായിരുന്നു. സ്തോത്രം. പണ്ടുള്ള ജീവിതം, അതിനെപ്പറ്റി ഒരു ചെറിയ പരാമർശം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ 8, 9, 10, 11 വാക്യങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഗലാത്യ ലേഖനം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമ. എന്നാൽ അന്ന് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങൾ നമ്മുടെ കാര്യമാണ്. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ്, ഈ രക്ഷ ആമേൻ പ്രാപിക്കുന്നതിന് മുമ്പ്, ആമേൻ കൃപയിൽ വരുന്നതിന് മുമ്പ്, അത് അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യമാണ്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ. ഏതാ സത്യദൈവം, ഏതാ നിത്യദൈവം? അത് യേശു ക്രിസ്തുവാ. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓണാഘോഷങ്ങളുടെ കാതൽ വിഭവസമൃദ്ധമായ സദ്യയാണ്. രുചിവർണ്ണ വൈവിധ്യങ്ങളുടെ സമ്മേളനം. സ്ത്രീകളുടെ പ്രയത്നത്തിന്റെ താളലയങ്ങളിൽ പിറവിയെടുക്കുന്ന പാചക വിസ്മയങ്ങൾ. അവരുടെ കഠിനമായ ജോലികൾക്ക് വേഗതയേകാൻ, ഗ്രൈൻഡ് ചെയ്യാൻ അവർക്കൊരു ചങ്ങാതിയുണ്ട്. അങ്ങനെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ സദ്യയൊരുങ്ങുന്നു. ജീവിതത്തിൽ തളരാത്ത ഗായത്രിയെയും അവളുടെ ഉറച്ച ടീമിനെയും പോലെ ഞങ്ങളും നിർമ്മിച്ചിരിക്കുന്നു നിർത്താതെയുള്ള ഓണാഘോഷങ്ങൾക്കായി ബജാജ് ബിൽഡ് ഫോർ ലൈഫ്. ഒരു തർക്കവും വേണ്ട. സ്തോത്രം. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് ശഠിക്കുന്ന ആൾക്കാരുണ്ട്, സാക്ഷിക്കാരാ. യേശു ക്രിസ്തു ഏക ദൈവമാണ്, മഹാദൈവമാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചനക്കുന്ന് കയറി ആ കർത്താവിന്റെ ആ തിരുപ്പിറവിയെ ദർശിച്ച് പ്രവചന സൂക്തങ്ങൾ അറിയിച്ച കൂട്ടത്തിൽ നിത്യ ദൈവമെന്നാണ് കൊടുത്തിരിക്കുന്നത്. നിത്യപിതാവ്. സ്തോത്രം. അപ്പോൾ ആ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ്, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഈ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ധാരാളം ആൾക്കാരുടെ അടുക്കൽ നിങ്ങൾ പലരും, ഞാനും കണ്ടുപോയതാ. ഇപ്പോഴും നമ്മുടെ ആൾക്കാർ പോകുന്നവരുണ്ട്. ഓരോരുത്തർ അങ്ങ് പരിവേഷം കൊടുത്ത് ദൈവം ആക്കുക. അവരില്ലെങ്കിൽ ഇവർക്ക് ഒരു സന്തോഷവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. മമ്മേ ദൈവം വന്നിട്ടുണ്ട്, ആക്കെ പിന്നെ കാണല്ലേ, പാസ്റ്റർ വന്നോന്ന് പറ. പാസ്റ്റർക്ക് ദൈവം പരിവേഷം കൊടുക്കുക. ഒറ്റ പാസ്റ്റർമാർക്കും ഒറ്റ വിശ്വാസികൾക്കും ഒരു വ്യക്തിക്കും ദൈവിക പരിവേഷം കൊടുക്കരുത്. ദൈവം ഒരുവനേ ഉള്ളൂ. മഹത്വത്തിനും സ്തോത്രത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ ഒരുവൻ മാത്രം, നസറയനാകുന്ന യേശു ക്രിസ്തു. ഒറ്റ പാസ്റ്റർമാർക്കും പരിവേഷം കൊടുത്തേക്കരുത്. സ്തോത്രം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. നിങ്ങളെല്ലാം കൂടി എന്നെ ദൈവം ആക്കരുത്, വേറെ ആരെയും ആക്കരുത്. വിനോയ് പാസ്റ്റർ ആക്കത്തൊന്നുമില്ല. സ്തോത്രം. അല്ല, ആക്കത്തില്ല. പുള്ളി കോവിഡിന്റെ സമയത്ത് പുള്ളി ധൈര്യത്തോടെ കൺവെൻഷൻ നടത്തി. എന്നാൽ പുള്ളിയെ നമുക്ക് ഇതുപോലെ ധൈര്യമുള്ള ഒരാള് തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കവർന്നെടുത്തവനെ ദൂതനൊറ്റ അടിയടിച്ച് പുള്ളി അന്നേരം തന്നെ ക്രിമിക്കരയായെന്നാണ്ട് തല്ല് മേടിച്ച് നടക്കരുത് ബേബി. ദൈവം ഒരുവനേ ഉള്ളൂ. എന്നാൽ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത പലരുമുണ്ട്. ഇപ്പൊ ഈ ദൈവം കളിക്കുന്നവർക്കാ കാശ് കൂടുതൽ. ദൈവത്തിന്റെ അസിസ്റ്റന്റിനും കാശാ. എന്നാൽ അസിസ്റ്റന്റിനെ കണ്ടേച്ച് വേണം, അവർക്കും കാശാ. അവിടെ ആദ്യം കാണിക്ക് വെക്കണം. വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നാളൊരു ദൈവത്തിനെ ശ്വാസം മുട്ടലായി പിന്നെ ഐസിയുലിട്ട് ദൈവം
ദൈവം ശ്വാസം കിട്ടാതെ. ഈ ഏരിയയിലും ഉണ്ടായിരുന്നൊരു തള്ളയായിരുന്നു ദൈവം കളിച്ച് കിടന്നത്. അത് പിന്നെ പോട്ടെ, ആരാന്നൊന്നും ഇപ്പം പറയണ്ട, വെറുതെ ആലോക്യം ഉണ്ടാക്കണ്ട. കോട്ടയം നിന്നുണ്ടായിരുന്ന തങ്കം ദൈവ, ദൈവം തങ്ക. നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞല്ലേ, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ദൈവം തങ്ക വരാ ദൈവമായത്. സ്തോത്രം. സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം പരിവേഷം കൊടുത്ത് ദൈവമാക്കുക. ഇവരാരും സ്വഭാവത്താൽ ദൈവങ്ങളല്ല. അതാ ദൈവത്തിന് ശ്വാസം മുട്ടലുണ്ടാകുമോ? അതാ ഞാൻ പറഞ്ഞത്. അങ്ങനല്ലേ എഴുതിയത്? സ്വഭാവത്താൽ ദൈവങ്ങളല്ല. സ്വഭാവത്താൽ ദൈവങ്ങളല്ല. സ്വഭാവം വെച്ചാൽ ദൈവമല്ല. അതാ ദൈവത്തിന് ശ്വാസം മുട്ടല്. സ്തോത്രം. ദൈവത്തിന് വിക്സ് കൊടുക്കാൻ. ദൈവത്തിന് എന്താ വിക്സ്? ദൈവത്തെ കാവൽ ഏർപ്പെടുത്താൻ 2 പോലീസുകാരെ. അതെന്തിനാ ദൈവത്തിന് പോലീസ്? അതാണ് ഞാൻ പറഞ്ഞ സ്വഭാവത്താൽ ഇവരാരും ഈ പട്ടിയെ വരെ ദൈവമാക്കും. ആണ്ട് അതെ ഓടിപ്പോന്ന്. നമുക്ക് ബോധമുള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ ദൈവമെന്ന് പറഞ്ഞ പട്ടിക. കാരണം ഈ സമയത്ത് കയറി വരും പട്ടി വരികയല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല. ചില ദൈവങ്ങളെ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ, സായിപ്പിനോട് സംസാരിക്കണമെങ്കിൽ പരിഭാഷയ്ക്ക് ആളിന് വേണം. ദൈവത്തിന് ഇതാരാ? അത് ദൈവം. ഇവിടെ നിൽക്കുന്ന ആരാ? അത് ദൈവം പറയുന്ന കാര്യം അങ്ങോട്ട് ഇംഗ്ലീഷിൽ വിവരമില്ലാത്ത ദൈവമാണോ? അവിടുന്ന് സർവജ്ഞാനിയാ, അവിടുന്ന് സർവശക്തനാ, അവിടുന്ന് സർവവ്യാപിയാ, അവിടുന്ന് സർവത്തെ നിർമ്മിച്ചവനാ, അവിടുന്ന് സർവത്തെ ചമച്ചവനാ, അവിടുന്ന് മാത്രമാ ദൈവം. ഈ കാണുന്ന അണ്ടകടാകത്തെ, ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ, നക്ഷത്രങ്ങളെ, ഗാലക്സികള്, ചരാചരങ്ങള്, ഭൂചര ഖേചര വസ്തുക്കള് ഉണ്ടാകട്ടെ എന്ന ഒറ്റവാക്കിനാൽ ഉളവാക്കിയ ഒരുവനേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള സർവജ്ഞനായ ദൈവം. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കുമാകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ, സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ, ആഗമാകാരന്മാരിലാദമൻ മോസസും സർവാഗമ പൊരുളാകുമി പരാശക്തിക്ക് ഏലന്മാരപ്രിയമാം നാമമോദികതും മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോകീം ശബ്ദായി കണ്ടോണായി വിലോപമെന്യേ യാഗ്വേ യഹോവയാകുന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ മറഞ്ഞിട്ടുള്ള നാമം ഈ ജനാൽ പ്രകർഷിതമെന്നേ വേണ്ടൂ. കൂടെ വിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടത്തൻ നിജാശയനാത്മാവെന്ന് രണ്ടും കാലാനുധാരം പ്രകടീകരിച്ചിടും. മുൻപകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായെങ്കിൽ അതീതനേ മാനുഷർക്കെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ, പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം ചെയ്യമാം മഹത്വത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവം അയൽപ്പൂ നീ ആത്മാനം
താഴോട്ട് ചൊല്ലി വരുമ്പോൾ കാശിന് കൊള്ളാതുള്ള ജലത്തിൽ നാടിയെല്ലാം നാസറായൊരു ജിംജോനായിരം ബലിത്തിരക്കാശ് നീ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചേപമായി തീരുമെങ്കിൽ ഉത്തമാ നീ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്തി നമസ്തേ ദേവദേവ നമസ്തേ നദജന പാലന പാരായണ മോശയിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വേഷയം കഴുതയെ കൊണ്ട് നീ പറകിച്ചു ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ ഊടിക്ക് നിർമ്മാതാവേ ദൈവനിർണയമാകുവാനും ഗഗനറ്റ ആ ചുടറ്റ ഭാഗങ്ങളും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ വ്യാഖ്യാനിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതിന് ഇപ്പം സമയവുമില്ല, അതല്ലല്ലോ വിഷയം. സർവജ്ഞനായ ദൈവം ഈ കാണുന്ന സകല ചരാചരങ്ങളെ നിർമ്മിച്ച നിത്യനായ ശക്തനായ ആ ഏകദൈവം, സത്യദൈവം, നിത്യദൈവം ക്രിസ്തു. ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ചത് ക്രിസ്തുവാണെന്നാ തെളിയിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്കെല്ലാം മനപാഠമാ. എന്നിരുന്നാലും ഒന്ന് വായിച്ച് മൈക്കിൽ കൂടെ വായിക്കുന്നത് കുറച്ചുകൂടെ ഉചിതമെന്ന് തോന്നുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വം ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ദൈവത്തെ മാത്രം ആരാധിക്കണം. കാരണം ഈ ആരാധനയ്ക്ക് യോഗ്യൻ അവിടുന്ന്. കാരണം ഈ സകലത്തെ സൃഷ്ടിച്ചത് അവിടുന്ന്. അതുകൊണ്ട് ഏകദൈവം, നിത്യദൈവം യേശു ക്രിസ്തു. അപ്പോൾ ഗലാത്യലേഖനം 4-ന്റെ 8 വായിച്ചത്, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. പണ്ട് നിങ്ങളെയൊക്കെ പലരെയൊക്കെ പല സ്ഥലത്തും കൊണ്ട് അടിമ വെച്ചതാ. ഒന്ന് ഭാഗം അറിയാമല്ലോ, അടിമപ്പെട്ടു. അടുത്ത വാക്യം, എന്നാൽ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. ഇപ്പോൾ നാം ദൈവത്തെ അറിഞ്ഞു. സത്യദൈവത്തെ അറിയുവാൻ ഭാഗ്യമുണ്ടായി. യേശുക്രിസ്തുവിനെ അറിയുവാൻ, കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യം നൽകി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കും. അതാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കും. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാന് പെന്തിക്കോസുകാരോട് പറയാം, സഭക്കാരും നിന്നെ അറിയത്തില്ലെങ്കിൽ നിന്നെ ദൈവം അറിയുന്നുണ്ട്. പാസ്റ്റർമാര് ചിലപ്പോ എല്ലാരും ഒന്നും അറിയില്ല, കാശുള്ളവരെയും കനമുള്ളവരെയൊക്കെ കൂടുതൽ അറിയുള്ളൂ. കാശില്ലാത്ത കനവില്ലാത്തവരെ എല്ലാരും ഒന്നും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരികയല്ല. പക്ഷെ നീ നിരാശപ്പെടരുത്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നിന്റെ കുടുംബക്കാരും ചാർച്ചക്കാരും ചിലപ്പോൾ പരിവക്കേടാന്നേ പലരും അറിയത്തില്ല. സ്വന്തം സഹോദരങ്ങൾ പോലും ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് വരാം. നിരാശപ്പെടരുത്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവർക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഈ പാമ്പാടിക്കാരോടും കൂടെ ചേർത്ത് പറയുക, ഇനി ഇപ്പം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുക, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? പഴയ പരിപാടിക്കൊന്നും മിണ്ടുന്നില്ലല്ലോ ആരും. ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞതാ. ഇനി പഴയതിലോട്ടൊന്നും നിങ്ങൾ പോകരുത്. നിങ്ങൾ ദൈവമക്കളാ. യോഹന്നാന്റെ ലേഖനം പഠിപ്പിക്കുന്നത് കാൺമീൻ നാം ദൈവമക്കളാ. പത്രോസ് പറഞ്ഞ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാ. അങ്ങനെയുള്ള നിങ്ങൾ പഴയതിലോട്ട് ഇനിയും പോകരുത്. സ്തോത്രം. മനസ്സിലാകുന്നു? ഞാൻ ഇനിയും പറഞ്ഞത് പെന്തിക്കോസുകാരോടാ. തർക്കം ഉണ്ടാകുകയെന്ന് പെന്തിക്കോസുകാരുടെ കാര്യമായി പറയുന്നത്. പെന്തിക്കോസ് ഒന്നുകൂടെ തെളിച്ചങ്ങ് പറയാം. പെന്തിക്കോസുകാര് ഓണക്കളിക്കൊന്നും പോകരുത്. നീ അവിടെ വടം വലിക്കാനും തുമ്പി തൊള്ളാനും കുട ഊതാനും കൂടാമുതടി എന്നും പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളരുത്. നമുക്കിവിടെ തുള്ളാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുടവില്ലെന്നേ ഉള്ളൂ. വേണേ ഒരു കുടവും കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോരും. ജോലിക്ക് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ച കാര്യമാണ് 15 കൊല്ലം മാത്രം ഞാൻ ഫ്ലൈ ചെയ്യുള്ളൂ. അതിനുശേഷം
ഞാൻ എയർലൈൻ വിടുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ബിക്കോസ് ഇനി വരുന്ന ജനറേഷന് നമ്മൾ വിട്ടുകൊടുക്കണമല്ലോ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രജനി എന്നാണ്. ഞാൻ ജനിച്ചത് കോഴിക്കോടാണ്. പഠിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്തും. 17 കൊല്ലം ഞാൻ ചീഫ് ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യം മുതലേ ഞാൻ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളായോണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ബോംബെയിൽ എൻ്റെ മെന്റോറിന്റെ അടുത്ത് ഞാനൊരു 2 മാസം അവിടെ ഇരുന്നിട്ട് ഫുൾ പഠിച്ചു. അതേസമയം കോവിഡ് ടൈമില് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു മാസ്ക് ഉണ്ടാക്കിക്കൂടാ, ലൈക്ക് ഡിസൈനർ മാസ്ക്. പിന്നെ പുറത്തു പോകുമ്പോൾ ഞാൻ ഈ മാസ്ക് വെച്ചിട്ടായിരുന്നു പോവാറ്. ഇതെന്റെ മോളുടെ പേര് നയോണിക്ക. അവൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. I love doing dance. പാട്ടൊക്കെ ഞാൻ കേൾക്കോ ഡാൻസ് ചെയ്യുന്നതാണ്. I also play keyboard but not that well, but I know how to play. Onam is our favorite festival, right? Yes. And especially ആ സദ്യ ഇലയില് ഇത്രയധികം ഡിഷസ് ഇട്ടിട്ട് അതെല്ലാം കൂടി സാമ്പാറും പുളിശ്ശേരിയും പിന്നെ പച്ചടി. പിന്നെ ഒരു സാധനം നല്ല ടേസ്റ്റി പ്രഥമേന. എന്റെ ബ്രദറെ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് Hyundai Grand i10 Neo സ്പോർട്സ് മോഡൽ കാർ. സോ ഇറ്റ്സ് ലൈക്ക് എ കമ്പാനിയൻ. വർക്കിന് പോകുമ്പോൾ എനിക്ക് 2-3 കിറ്റ് ഉണ്ടാവും, ചെയർ ഉണ്ടാവും. ഇതെല്ലാം ഞാൻ കൊണ്ടുപോകുന്നത് ഈ കാറിലാണ്. ബൂട്ട് സ്പേസ് ഇസ് റിയലി ഗുഡ്. പറഞ്ഞെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി ആണല്ലോ. സോ ബീങ് എ ക്യാബിൻ ക്രൂ ആദ്യം ഞാൻ നോക്കുന്ന എവിടെ പോയാലും സേഫ്റ്റിയാണ്. ഇതിൽ തന്നെ സ്റ്റിയറിംഗിൽ തന്നെ മോഡ് മാറ്റാനും വോളിയം കൺട്രോൾ, അപ്പ് ആൻഡ് ഡൗൺ ചാനൽസ് മാറ്റാനുള്ള സെലക്ഷൻ ഒക്കെ അതിലുണ്ട്. പിന്നെ കാർപ്ലേ ഉണ്ട്, വിച്ച് മേക്സ് യുവർ ഡ്രൈവ് സോ കംഫർട്ടബിൾ. സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ സർവീസ് ആണ്. ലൈക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക, അവിടെ നിന്ന് ആള് വരും, പിക്ക് ചെയ്യും. എക്സലന്റ് സർവീസ്. ചെറിയ വണ്ടികൾ വളരെ ബുദ്ധിമുട്ടാണ് ജേർണിക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് സോ റോങ്. We love our Grand i10 Neo. പോകരുത്, പഴയതിനൊന്നും ക്രിസ്തുമസ് ആഘോഷിക്കാനൊന്നും നീ പോകണ്ട. സ്തോത്രം മനസ്സിലാകുന്നില്ലായിരിക്കും. പെന്തിക്കോസുകാരുടെ കാര്യമായി പറയണേ. മറ്റുള്ളവർക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞു തരാം, ഇവർക്കൊന്ന് കൊടുത്തേച്ച്. നിങ്ങളും പോകരുത്. സ്തോത്രം. നീ വേർപെട്ട ദൈവ പൈതല. കർക്കശമായ വേർപാട് പാലിക്കണം. ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. മരണവീട്ടിൽ പൊക്കോണം. അത് കഴിഞ്ഞുള്ള ചടങ്ങ് ഏതാ? അടിയന്തരം 40 കഴിഞ്ഞ് അപ്പച്ചൻ വരുന്നത്. അപ്പച്ചൻ 40-ന് മുന്നേ ഇവിടുന്ന് പോകാൻ ദൈവമേ എങ്ങനെയും എന്നെ ഇവിടുന്ന് അങ്ങ് എടുക്കണമെന്ന. കാരണം കഞ്ഞിയും വെള്ളവും കൊടുക്കാതെ ആശ്വാസഭവനിലൊക്കെ കടന്ന് പരുവക്കേടായി എല്ലും തോലുമായി എങ്ങനെയും എന്നെ അങ്ങ് എടുക്കണമെന്ന് പറഞ്ഞ അപ്പനും അമ്മയും. പിന്നെ അപ്പനും അമ്മയാണ് 40 കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട് കറങ്ങി കിടക്കുന്നത്. അല്ലച്ചാ നിനക്ക് മട്ട എൻ്റെ കാശടിച്ച് മാറ്റാനാ മറ്റവർ അവിടെ നിന്ന് അപ്പച്ചനോട് ഉണ്ട് എന്നും പറഞ്ഞ് അതുങ്ങൾ ഇവിടെ കിടന്ന്. അപ്പച്ചൻ ഏരിയയിലേ ഇല്ല. അപ്പച്ചൻ അന്ന് പോയതാ. ഗുണമുള്ള അപ്പച്ചനാന്ന് നേരെ മേലിലോട്ട്, ഗുണപ്പെടാത്ത അപ്പച്ചനാന്ന് നേരെ. മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഇത് കഴിഞ്ഞുള്ള മരണ വീട്ടിൽ പോകണം. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. അത് കഴിഞ്ഞുള്ള ചടങ്ങുകളുണ്ടല്ലോ, ഏതാ അത് ഗുണമുള്ള കേസല്ല. അപ്പൊ ശ്രദ്ധിക്കുക. ഞാൻ പറയുകയാണ്, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്, നിങ്ങൾ പോകാതിരുന്നാൽ മതി. അപ്പൊ 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് കൃത്യമായി ആർക്കും പറയാൻ ഒക്കത്തില്ല. അവിടെ കൊടുത്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപ്. സ്തോത്രം. ഒരു സംഭവം പറയേണ്ടതായിപ്പം, പക്ഷെ എല്ലാവരും അത് പറയുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. സ്തോത്രം. സൈമൺ സാറ് അത്യാസന്ന നിലയിൽ കിടന്നപ്പം വേറെ സാറന്മാർ പുള്ളിയെ കാണാൻ ചെന്ന ചരിത്രമാണ്. അപ്പോൾ അവർ ചെന്നപ്പം ഇവർ വേറെ വിഷയങ്ങളായ പറക്കി. സാറിനൊടുവിൽ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന ഞാൻ കണ്ടിട്ടില്ല, ലഭിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ സംസാരശേഷി ഒന്ന് പോയെന്ന്.
അതിന് പെന്തിക്കോസ് ചില ആൾക്കാർ പറഞ്ഞ മറുഭാഷയ്ക്കെതിരെ പുള്ളി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിധിക്കുന്നില്ല. കാരണം മറുഭാഷ പറഞ്ഞ പല ആൾക്കാരും ഒന്നും മിണ്ടാതാ പിന്നെ പോയത്, ഒന്നും മിണ്ടിയില്ല. പോകാൻ നേരത്തെ കണ്ണു മറിയുന്ന കണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും കയറി വിധിക്കണ്ട, അതൊക്കെ തമ്പുരാൻ ചെയ്തോളും. കശാന്ന് മറുഭാഷ പറഞ്ഞ മറിയാമ്മ അനാവശ്യം പറഞ്ഞാച്ചാ ഇവിടുന്ന് പോയത്.